ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഒരു SI ആയിട്ട് ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത്. നന്ദു ചാർജ് എടുക്കും തന്നെ നന്ദുവിൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു കാര്യം, തൻ്റെ നയനേച്ചി അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്, നയനേച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണം. ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞോടെയുള്ള ചന്തുമോള് യഥാർത്ഥത്തിൽ ആരുടെ കുഞ്ഞാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ അഭി നടത്തുന്ന കള്ളത്തരങ്ങളെല്ലാം കണ്ടെത്തണം എന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അനാമികയുടെയും വീട്ടുകാരുടെയും കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കണമെന്ന് നന്ദു ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുകയും അങ്ങനെ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളുടെ പിറന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ നവ്യയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നവ്യയ്ക്ക് അങ്ങ് ആദർശിനോടും അതുപോലെ തന്നെ നയനയോടും ഭയങ്കര ദേഷ്യമാണ്. അതാണെങ്കിൽ നമ്മുടെ അഭി മുതലെടുക്കുന്നുമുണ്ട്. അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോവിന്ദനോടും കനകയോടും ആദർശിൻ്റെ രീതികളൊന്നും അത്ര നല്ലതല്ലെന്ന് പറയാൻ. അപ്പം നവ്യയും പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരും. അവിടെ നിന്ന് ആ ചന്തുമോളെ എടുത്ത് തലയിൽ വെക്കുന്നൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അതേസമയം ഗോവിന്ദനും കനകയും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ആദർശ് ഇത്ര ഒരു മോശക്കാരനായിട്ടും നയനെ എന്തുകൊണ്ടാണ് അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവനെ നയനെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴേക്കും അതിന് പകരം എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ്. നയനെ ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിലും നമ്മളത് സഹിച്ചേനെ. ഇപ്പോൾ അവൻ്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് അത് സഹിക്കാൻ പറ്റുന്നില്ല. ആദർശ് ഇത്രയ്ക്കൊരു മോശക്കാരനായി പോയല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നമ്മൾ അവൻ്റെ കീഴിലല്ലേ ജീവിക്കുന്നത്. ആദർശ് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആശുപത്രിയിൽ കിടന്ന സമയത്തൊക്കെ ആദർശ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ വീട് മാറിയിട്ട് ഈ വീട് ആദർശല്ലേ നമുക്ക് വാങ്ങി തന്നത്. അതിനൊക്കെ നമ്മൾ അവനോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതൊക്കെ ഒരു ഔദാര്യമായിട്ട് ഇപ്പം എനിക്ക് തോന്നുക. എൻ്റെ മോളോട് അവനൊരു ഈ വഞ്ചന ചെയ്തപ്പം എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് പോലും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണെന്ന് ഗോവിന്ദൻ പറയാണ്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ഒരു കണക്കിന് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഗോവിന്ദേട്ടാന്ന് പറയാണ്. ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്തത് ചിലപ്പം അവൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വയ്ക്കാനായിരിക്കും. ആദർശ് നമുക്ക് വേണ്ടിയൊക്കെ ഇത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും നയനെ ഇപ്പോഴും അവനെ താങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. കാരണം അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചതല്ലേ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് മാറ്റി പറയുന്നത്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ കനകയും. അതേസമയം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇപ്പോൾ പിന്നെ നവ്യ മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ഒരു സന്തോഷമുണ്ട്. നവ്യയ്ക്കും അഭിയുടെ കൂടെ ഒരു സന്തോഷകരമായ ജീവിതമാണ് ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അവർ കുഞ്ഞൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന് ഗോവിന്ദൻ പറയുക. അപ്പോൾ കനകയും പറയുന്നുണ്ട്, നന്ദൂട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും സന്തോഷമുണ്ട്. അവളുടെ ട്രെയിനിങ് കഴിയാറായി. ഇനിയിപ്പോൾ അവൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിയുമ്പം അവൾക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് ആവും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ക്വാർട്ടേഴ്സൊക്കെ കാണും. എന്തായാലും നന്ദു മോനും രക്ഷപ്പെട്ടു. അവൾ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ എല്ലാ കാര്യത്തിനും നന്മ ചെയ്തുകൊണ്ടിരുന്ന നയനയ്ക്ക് മാത്രം ഇതെന്ത് പറ്റി, ജീവിതകാലം മുഴുവൻ അവൾ ഇങ്ങനെ ഒരു വിഷമം താങ്ങിക്കൊണ്ട് ജീവിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഗോവിന്ദൻ പറയാൻ, ശരിയാ, നന്ദുമോനും ജോലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു ക്വാർട്ടേഴ്സൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീട് പൂട്ടി താക്കോല ആദർശിനെ തന്നെ തിരിച്ചേൽപ്പിക്കാം. ഇവിടെ ഇങ്ങനെ നമ്മൾ കഴിയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ആദർശ് നയനയോട് കാണിച്ച ഈ ചതിയുടെ പേരിൽ നമ്മളും കൂടി അതിൻ്റെ പങ്കു പറ്റുന്നത് ശരിയല്ല. അതുകൊണ്ട് നന്ദൂട്ടൻ്റെ കൂടെ പോയി നമുക്കും താമസിക്കാമെന്ന് കനകയോട് പറയുക. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാം, ആരുടെ ഔദാര്യം ഇല്ലാതെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശിനോട് കട്ട കലിപ്പിൽ തന്നെയാണ് കേട്ടോ ഗോവിന്ദനും കനകയും അതുപോലെ നവ്യയും എല്ലാം നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. നവ്യാണ് ഓരോ നിമിഷവും ചന്തുമോളെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് കാത്തു കെട്ടി നിൽക്കുകയാണ്. നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് പോലും ചന്തുമോളെ അടുപ്പിക്കുന്നേയില്ല. വീട്ടിൽ വച്ചിട്ടാണെങ്കിൽ കൂടി ജലജ നവ്യ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നവ്യയോട് പറയുന്നുണ്ട്, എടി നീ കണ്ടില്ലേ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്, നിൻ്റെ കൊച്ചിന് ഇതിൻ്റെ ഒരു 50% പരിഗണനയെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവനെ വെറും ഇങ്ങനെ ഈ വീട്ടിലെ കുഞ്ഞായിട്ട് പോലും, ഇത് മറ്റാരുടെയോ കുഞ്ഞായിട്ട് അതിനെ അവരെങ്ങനെയൊക്കെയാണ് കൊണ്ട് നടക്കുന്നതെന്ന് നീ കണ്ടോ? രാജകുമാരിയെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. നീ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, നിനക്ക് അബിയുടെ ഭാര്യ എന്നുള്ള ഒരു വില പോലും ഈ വീട്ടിൽ നൽകുന്നില്ല.
അതെല്ലാം നന്മമരമായിട്ട് നിന്ന് നിൻ്റെ അനിയത്തി നയനയാണ് നേടുന്നത്. ആദർശിനെ പറ്റിക്കൂടി അവൾ നിൽക്കുന്നതും അനന്തപുരിയിലെ രാജ്ഞിയായിട്ട് വാഴാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരികയാണ്. അതേസമയം നമ്മുടെ അനാമികയും വേണുവും രേവതിയൊക്കെ ആകെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നടക്കുക. എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ട്രെയിനർ മധുവിനെ മാറ്റി പുതിയ ട്രെയിനർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് തീരാറായിട്ടുണ്ട്. അങ്ങനെ നന്ദു എവിടെയെങ്കിലും SI ആയിട്ട് ജോയിൻ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താവുമോ എന്നൊരു പേടിയാണ് അവർക്ക് 3 പേർക്കും. അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും, അച്ഛാ അവൾ ഇനി എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൾ മുഖം നോക്കാതെ നടപടിയെടുക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മുടെ കള്ളത്തരങ്ങളും നമ്മൾ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പുറത്തു വരും. അച്ഛൻ്റെ പേരിലുള്ള കുറേ പ്രശ്നങ്ങളുടെയും ഫ്രോഡ് കേസുകളുടെയൊക്കെ ഫയലുകൾ അവളുടെ മേശപ്പുറത്ത് വരും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. അനന്തപുരിയിൽ ആരുടെയും മുഖത്ത് പോലും നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നാൽ ആ മുത്തശ്ശനുണ്ടല്ലോ അനന്തമൂർത്തി, അങ്ങേര് നമ്മളെ അവിടുന്ന് തൂക്കിയെടുത്തെറിയും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ അബിക്കാണെങ്കിലും പേടിയുണ്ട് കേട്ടോ. നന്ദു ട്രെയിനിങ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അബി ആകെ മൊത്തം ടെൻഷനിലാണ്. ആദർശ് അന്വേഷണമൊക്കെ നടത്താനായിട്ട് നോക്കുന്നുണ്ട് ജ്വല്ലറിയിലെ മോഷണത്തിൻ്റെയൊക്കെ. അതേസമയം അബി ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ജ്വല്ലറിയുടെ ചുമതല കൂടി ഏറ്റെടുക്കുമ്പം അവിടെ നന്നായിട്ട് കള്ളത്തരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബിക്കൊരു പേടിയുണ്ട് ഉള്ളിൽ. നന്ദു ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി നന്ദു ഇപ്പോൾ SI ആയിട്ടൊക്കെ വരുമല്ലോ എന്നുള്ളൊരു ചിന്ത അബിയുടെ മനസ്സിലുണ്ട്. അബി ഇങ്ങനെ കള്ളത്തരങ്ങളും കള്ളസ്വർണ്ണങ്ങളുടെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നവ്യ അബിയോട് ഇങ്ങനെ പറയുന്നത്, അബി ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ അനിയത്തി നന്ദു ഉണ്ടല്ലോ, നന്ദുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു, അവൾക്ക് പോസ്റ്റിങ്ങുമായി. നമ്മുടെ ഈ നാട്ടിൽ തന്നെ അവൾ SI ആയിട്ട് ചാർജ് എടുത്തു. ഇത് പല സന്തോഷം എന്താ, അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാണെന്ന് പറയുകയാണ്. നന്ദുമോൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജോലി അവൾക്ക് കിട്ടി എന്നൊക്കെ പറയാണ്. അപ്പം ഉടനെ തന്നെ അബി പറയാം, ആഹാ നല്ല കാര്യമായല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം നവ്യം പറയാണ്, അതെ നല്ല സന്തോഷമായി, ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്കും താങ്ങും തണലുമായിട്ടൊക്കെ അവൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയാം. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അവളിനി മുഖം നോക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും എടുത്തു ചാടി തന്നെ കേസെടുക്കുമെന്ന് പറയാണ്. അതുപോലെ ആദർശും നയനയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. നന്ദൂട്ടൻ ചാർജ് എടുത്തല്ലോ എന്ന് പറയാണ് നയന ആദർശിനോട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട്, പിന്നെ ഒരു കാര്യമുണ്ട്, നന്ദു ഇനിയിപ്പോൾ ഏത് കേസ് വന്നാലും മുഖം നോക്കാതെ അതിനൊക്കെ എതിരെ നടപടിയെടുക്കും. ആരെന്ത് കള്ളത്തരങ്ങൾ നടത്തിയാലും അതെല്ലാം അവൾ കണ്ടെത്തുകയും ചെയ്യും എന്ന് ആദർശ് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് കുറച്ച് പേടിയാവുകയാണ്. അപ്പം നയന പറയാണ്, അതാണ് ആദർശേട്ടാ എൻ്റെ പേടി. അവൾ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ആരാ ഏതാണെന്നൊന്നും നോക്കാതെ എടുത്തു ചാടി അവൾ നടപടിയെടുക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് ശത്രുക്കളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പം തന്നെ അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ട്രെയിനർ മധു പോലും അവളെ ഉപദ്രവിച്ചത്. ഇനിയിപ്പോൾ അവൾ ചാർജ് എടുത്ത് കഴിയുമ്പം ഇതുപോലെ ശത്രുക്കളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടും. അതൊക്കെയാണ് എനിക്ക് പേടിയെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിന് താനെന്തിനാ പേടിക്കുന്നത്, നന്ദുവിന് അതൊക്കെ നേരിടാനുള്ള നല്ല മനക്കരുത്തുണ്ട്, അതുപോലെ ശാരീരിക ക്ഷമതയുമുണ്ട്. അവൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അഴിമതി തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു രംഗത്തേക്ക് തന്നെ വന്നത്. പിന്നെ താനും ധൈര്യമായിട്ടിരിക്കുക, അവൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അബിക്ക് ആകെ മൊത്തം ടെൻഷനാവുന്നത്. അബിയെ ഏൽപ്പിച്ചിരിക്കുന്ന ജ്വല്ലറിയിൽ ഒരുപാട് കള്ളത്തരങ്ങളാണ് അബി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശനും ആദർശനും ഒക്കെ സംശയം വരുവാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഒരു ജ്വല്ലറിയുടെ ചുമതല അബിയെ ഏൽപ്പിച്ചിട്ടില്ലേ, അബി പക്ഷേ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, കള്ളസ്വർണം അവിടെ പണിത് പുറത്തെത്തിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉണ്ട്, അവനങ്ങനെയൊക്കെ ചെയ്യും. കാരണം നേരത്തെ തന്നെ നമ്മളുടെ ജ്വല്ലറി വഴി കള്ളസ്വർണം പോയെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് പറഞ്ഞതല്ലേ, കാരണം ഇവനായിരിക്കുമെന്ന്. പിന്നെ തെളിവുകളൊന്നുമില്ലാതെ അബിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് തടിയൂരും. അതുകൊണ്ടാണ് കേസ് കൊടുത്തതും അന്വേഷണ ഉദ്യോഗസ്ഥനെ വച്ചതുമൊക്കെ. പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര പോരായിരുന്നു. അതുകൊണ്ട് അന്വേഷണം നേരായ രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്തില്ല എന്ന് പറയുമ്പം ആദർശം പറയാണ്, ശരിയാ, അബി ഇനി എന്തെങ്കിലുമൊക്കെ അയാളെ സ്വാധീനിച്ച് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് ആ അന്വേഷണം അവിടെ വച്ച് നിന്ന് പോയത്.
പിന്നെയും മറ്റൊരു ഉദ്യോഗസ്ഥനെ വയ്ക്കാൻ മുത്തശ്ശൻ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാണ്, അതൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ നല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനൊന്നും വലിയ താമസമൊന്നും ഇല്ലല്ലോ, നന്ദു ഇവിടെയല്ലേ ചാർജ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി പുതിയ SI നന്ദു ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നന്ദുവായിട്ട് നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദുമോള് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുമോളെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച യഥാർത്ഥ കള്ളനെ നന്ദുമോള് കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരുടെ മുഖം നോക്കാതെ അവൾ നടപടിയെടുക്കും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. നന്ദുമോളൊന്ന് ചാർജ് എടുക്കുന്നവരെ നമുക്ക് കാത്തിരുന്നാൽ മതി. അബിയാണെങ്കിലും ആരാണെങ്കിലും അവൾ ആ കള്ളത്തരങ്ങളൊക്കെ തെളിയിച്ചു തരുമെന്ന് മുത്തശ്ശൻ പറയാം. അങ്ങനെ പറയുന്നത് നമ്മുടെ അബി അങ്ങ് കേൾക്കുവാണ്. അപ്പോൾ അബിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. അബി മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ നന്ദു എങ്ങാനും ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അന്വേഷണം അവളുടെ കയ്യിലെത്തിയ അവൾ എല്ലാ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവരുമെന്നുള്ളതിന് ഒരു സംശയവും. ഞാനാണെന്നോ അവളുടെ ചേച്ചിയുടെ ഭർത്താവാണെന്നോ ഒന്നും അവൾ കാര്യമാക്കുകയല്ല. അവൾ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പോക്കും. അവളെ സ്വാധീനിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ അബി ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാളോട് സംസാരിക്കുകയാണ്, എടോ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തന്നെ ചിലപ്പം പുതിയ SI ചോദ്യം ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ പേര് താൻ പറഞ്ഞേക്കരുതെന്ന് പറയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, പുതിയ SI സാറിൻ്റെ വീട്ടിലെ കുട്ടി കന്നിയല്ലേ, സാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്ത് പേടിക്കാനാ? അവളുള്ളത് കൊണ്ട് ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാം, എടോ അത് തന്നെയാണോ ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ കണ്ടിത് പറയാൻ ഞാൻ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദു ആയതുകൊണ്ടാണ് എന്നെ സംശയിക്കാനും പിടിക്കാനും ഒക്കെ സാധ്യത. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പണം കൊടുത്ത് സ്വാധീനിക്കായിരുന്നു. പക്ഷേ നന്ദുവിൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല. ഒരു കാര്യങ്ങളും നടക്കില്ല. അവൾ സത്യത്തിൻ്റെ വഴി മാത്രമേ പോകുള്ളൂ. അങ്ങനെ പോകുമ്പം എൻ്റെ കയ്യിലാ തെറ്റെന്നറിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും എന്നെ അറസ്റ്റ് ചെയ്യും. തന്നെ ചോദ്യം ചെയ്യാൻ വരും. അവൾ നിസ്സാരക്കാരിയൊന്നും അല്ല. തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തിരി പാടായിരിക്കും. കാരണം അവൾ അതേ രീതിയിൽ ചോദ്യം ചെയ്യും. ചിലപ്പോൾ 3-ാം മുറയിൽ പ്രയോഗിക്കും. അതുകൊണ്ട് താനൊന്ന് കരുതിയിരിക്കണം. എന്നെ കുരുതിക്ക് കൊടുക്കരുത് എന്നൊക്കെ അബി ചെന്ന് പറയാം. അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ടേ, അയ്യോ സാറേ, അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അത്. സാറിൻ്റെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പം ഞാനൊന്ന് ആശ്വസിച്ചതാ. ഇനിയിപ്പോൾ എന്നെ വന്ന് വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞു പോകുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട്, താനൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അബി പേടിച്ച് വിറച്ച് പോവാണ് കേട്ടോ. അതേസമയം നന്ദു SI ആയിട്ട് ചാർജ് എടുക്കുകയാണ്. അതിനുശേഷം തുഷാരയുമായിട്ട് നന്ദു ഇങ്ങനെ സംസാരിക്കുക. അപ്പം തുഷാര പറയുന്നുണ്ട്, മോളെ നിൻ്റെ ആഗ്രഹം പോലെ സാധിച്ചല്ലോ. ഞങ്ങളൊക്കെ SI ആയി എങ്കിലും സ്വന്തം നാട്ടിലൊന്നും ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടില്ല. നീ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെയല്ലേ? അത് നിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് നന്ദു, അതെ, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സ്വന്തം നാട്ടിൽ ഒരുപാട് പേര് അച്ഛനെയും അമ്മയും ഒക്കെ കളിയാക്കിയവരൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിലൂടെ തലയുയർത്തി നടക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് തന്നെ സാധിച്ചല്ലോ എന്ന് പറയാണ്. അപ്പോൾ തുഷാര പറയുന്നുണ്ട്, ഇനി നിൻ്റെ ശത്രുവിനെ നിനക്കെടുത്തിട്ട് പെരുമാറാലോ. ആ അനാമിക, അവൾ നിന്നോട് ചെയ്തു കൂട്ടിയതിനൊക്കെ പകരം വീട്ടാലോ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെ, എനിക്ക് പകരം വീട്ടാനൊക്കെ ഒരുപാടുണ്ട്. അവളും അവളുടെ കുടുംബക്കാരും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് തെളിയിക്കുകയും ചെയ്യും, അവളെ പിടിക്കുകയും ചെയ്യും. കാരണം അവൾ എൻ്റെ നേരെ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുകയും എന്നെ വല്ലാതെ അങ്ങ് ഉപദ്രവിക്കുകയും ചെയ്തതാ. എന്നെ മാത്രമല്ല, എൻ്റെ നയനേച്ചിയെ അവൾ ഉപദ്രവിച്ചതാ. അപ്പോൾ അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ നല്ല നക്ഷത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും തുഷാര പറയുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം. നിൻ്റെ എടുത്ത ചാട്ടം ഒന്നും പ്രൊഫഷണൽ കാണിക്കണ്ട, എല്ലാം ആലോചിച്ചും പെറുക്കിയൊക്കെ മതി എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് വേറെ ചില കാര്യങ്ങളും കൂടെ തെളിയിക്കാനുണ്ട് തുഷാരയെന്ന് പറയുക. അപ്പോൾ തുഷാര ചോദിക്കുന്നുണ്ട്, അതെന്ത് കാര്യമാണ് വേറെ നിനക്കിനി തെളിയിക്കാനുള്ളത്? അത് എൻ്റെ നയനേച്ചി ഇപ്പോൾ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ടാ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും വരെ നയനേച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ആദർശേട്ടനെയും. അപ്പം തുഷാര ചോദിക്കുക, അതെന്താ അങ്ങനെ? ആദർശേട്ടനും നയനേച്ചിയും നല്ല സ്നേഹമുള്ള ചേച്ചിയും ചേട്ടനും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവർ അടിപൊളിയാണെന്ന്. പിന്നെ എന്താ മോളെ അവർക്കിപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് തുഷാരയോട്. അനന്തപുരിയിൽ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ടെന്നും ചന്തുമോളെന്നാണ് ആ കുഞ്ഞിൻ്റെ പേരെന്നും.
ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്നും പറയുകയാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അച്ഛനും അമ്മയുമായിട്ട് ആദർശേട്ടനും നയനേടത്തെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശേട്ടനല്ലെന്നുള്ള കാര്യം നയനേച്ചിക്കും ആദർശേട്ടനും അറിയാം. പിന്നെ ഞാനും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. അഭിയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യും നവ്യേച്ചിയുടെ ഭർത്താവ്. എപ്പോഴും നവ്യേച്ചിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നവ്യേച്ചിയുടെ ഭർത്താവ് അഭിയാണ്. പക്ഷേ അനന്തപുരിയിലെ മൂർത്തിമുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുഞ്ഞാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആദർശേട്ടൻ്റെ കുഞ്ഞാവാനായിട്ടുള്ള സാധ്യതയേ ഇല്ല. പിന്നെ അനിയും അങ്ങനെ ഒരു ബന്ധത്തിലേക്കൊന്നും വഴുതി പോയില്ല. പിന്നെ ഇതിപ്പം സാധ്യത അഭിക്കാണുള്ളത്. പക്ഷേ എല്ലാവരും ആ മരണ വീട്ടിൽ കൂടി നിന്നവരെല്ലാവരും ആദർശേട്ടൻ്റെ തലയിലേക്ക് ആ കുറ്റം എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതിലൊന്നും സത്യമില്ല മോളെ. ഇപ്പോഴും ആദർശേട്ടനും നയനേടത്തെയും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് സത്യം അറിയാം. പക്ഷേ അവർ ആ സത്യം മറ്റെന്തോ കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ്. അച്ഛനോടും അമ്മയോടും പോലും അത് പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പം എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം. എന്തായാലും അത് അന്വേഷിച്ച് ഞാൻ കണ്ടെത്തും. എൻ്റെ ചേച്ചി അവിടെ വിഷമിക്കാൻ പാടില്ല. ആരാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സത്യം എല്ലാവരോടും വിളിച്ചു പറയും. ആദർശേട്ടൻ്റെ നയനേച്ചിയൊക്കെ മറച്ചു വച്ചിരിക്കുകയാണെങ്കിലും ഞാൻ അത് എല്ലാവരോടും പറയും. അത് ഞാൻ കണ്ടെത്തും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു. അപ്പോൾ തുഷാരയും പറയുന്നുണ്ട് അത് ചെയ്യണം മോളെ, നിൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നന്ദു പോസ്റ്റിംഗ് ഒക്കെ ആവുകയാണ്. നന്ദു ജോയിൻ ചെയ്യുകയാണ് SI ആയിട്ട്. അങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടെത്താനുണ്ടല്ലോ എന്ന്. അപ്പോൾ നന്ദു ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശനും ആദർശും പോയി നന്ദുവിനെ കാണുകയാണ് കേട്ടോ. അപ്പം നന്ദുവിന് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ആദർശൊക്കെ പറയുന്നുണ്ട് കൺഗ്രാജുലേഷൻ, നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് കിട്ടിയത് നന്നായി നന്ദു എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുമ്പം നന്ദു പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു മോഷണ പരമ്പര, ഒരു കള്ളത്തരം തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണെന്ന് നമുക്കറിയണം. അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തണം. നന്ദു അല്ലേ ഇപ്പോൾ ഇവിടുത്തെ പുതിയ SI. നേരത്തെ ഉണ്ടായിരുന്ന ആളെ ഈ കാര്യത്തിന് കൊള്ളില്ലായിരുന്നു. അയാൾ ഈ അന്വേഷണം വൈകിപ്പിക്കുകയായിരുന്നു, മനഃപൂർവ്വം തന്നെ വൈകിപ്പിക്കുകയായിരുന്നു. ആരുടെയോ സ്വാധീനം മൂലമാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇപ്പം നന്ദു ഇവിടുത്തെ SI ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തുറന്നു പറയാമല്ലോ, നമ്മുടെ ജ്വല്ലറിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ജ്വല്ലറി തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് അകത്ത് നിന്ന് ആരോ ഇതിനെതിരെ കരുക്കൾ നിൽക്കുന്നുണ്ട്, അതാരാണെന്നൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതിയൊക്കെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ നന്ദു തീരുമാനിക്കുകയാണ് കേട്ടോ ആ കാര്യം നല്ല കൃത്യമായിട്ട് ഞാൻ അന്വേഷിക്കുമെന്ന് പറയുകയാണ്. അത് കാര്യത്തിലൊന്നും മുത്തശ്ശനോ ആദർശേട്ടനോ ഒന്നും പേടിക്കണ്ട. നമ്മുടെ ജ്വല്ലറിയുടെ കാര്യമല്ലേ, അവിടെ ആരാണ് ഇങ്ങനെ നിന്നൊരു കള്ളത്തരം ചെയ്യുന്നതെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. നന്ദുവിന് അതിന് അധിക ദിവസങ്ങളൊന്നും വേണ്ട. എന്തായാലും എൻ്റെ ആദ്യത്തെ കേസ് ഇത് തന്നെയായിരിക്കും എന്ന് പറയാം. അങ്ങനെ നന്ദു നല്ല രീതിയിൽ അന്വേഷണമൊക്കെ നടത്തി നമ്മുടെ സ്വർണ്ണപ്പണികാരനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ സ്വർണ്ണപ്പണികാരനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് കേട്ടോ, അത് സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ തുടങ്ങുമ്പം നന്ദു നന്നായിട്ട് ഫയർ ചെയ്യുകയും അയാളെ പിടിച്ച് ഇടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അയാൾ സത്യം വിളിച്ച് പറയുകയാണ് അത് അഭിസാറാണ്. അഭിസാറ് പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ആൾ തന്നെയല്ലേ സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എന്നെ ഏൽപ്പിച്ചപ്പം അത് ചെയ്യാതിരുന്നാൽ എൻ്റെ പണി പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്തത്. എനിക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്, അതുകൊണ്ട് ജോലി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നതാണെന്ന് പറയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് മൂർത്തി സാറിനോട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള കടപ്പാടുണ്ട്, അതുകൊണ്ട് അഭിസാറ് പറഞ്ഞപ്പോൾ ഞാനിത് അനുസരിക്കുക കൂടി ചെയ്തതെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട് ആരാണ്, അഭിയാണോ എന്ന് ചോദിക്കുക. അപ്പം പറയാണ് അഭിസാറാണെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനെ ആദർശനെയും വിളിച്ചിട്ട് നന്ദു അറിയിക്കുകയാണ് അഭിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അറിയിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അറിയിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ് അവനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിൽ, നമ്മുടെ ജ്വല്ലറിക്ക് മോശമാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അതെ സാർ മുത്തശ്ശ അത് ചെയ്യേണ്ടതാണ്, പക്ഷേ മുത്തശ്ശൻ്റെ അനുവാദം ഇല്ലാതെ ഞാനത് ചെയ്യില്ല എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ആ കാര്യത്തിൽ സകല അനുവാദവും തന്നിരിക്കുകയാണ്, നന്ദു ആ കാര്യത്തിൽ വേണ്ടതെന്താണെന്ന് ചെയ്യണം, നിയമപരമായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, അവന് മാതൃകാപരമായിട്ട് ശിക്ഷ തന്നെ കൊടുക്കണം.
അവന് ജുവലറിയുടെ ചുമതല അവനിൽ നിന്ന് ഞങ്ങളങ്ങ് എടുത്തു മാറ്റുകയാണ്. അതുപോലെ മൂർത്തീസ് ജുവലറിയുടെ പരിസരത്ത് കൂടി ഇനി അവനെ ഞാൻ അടുപ്പിക്കില്ല. കാരണം സ്വന്തം കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണമെന്ന് പറയാം. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ നന്ദു. അപ്പം നവ്യ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ നന്ദു നീ ഈ ചെയ്യുന്നത്? അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നിന്റെ ആദർശേട്ടനല്ലേ അതിലും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അബിയുടെ. അപ്പം നന്ദു പറയാ, നവ്യേച്ചി ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കരുത്, അബി ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാ. ആ കാര്യത്തിൽ നവ്യേച്ചിക്ക് സംശയമുണ്ടോ? പിന്നെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ആ കാര്യങ്ങളും ഞാൻ തെളിയിച്ചിരിക്കും. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടനും നയനേച്ചിയും കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനെ ഞാൻ നവ്യേച്ചിയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ അബി അറസ്റ്റ് ചെയ്യാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണമെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അത് തീർച്ചയായിട്ടും ചെയ്യണം, അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ നന്ദു എന്ന് പറയുക. അങ്ങനെ നമ്മുടെ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് കേട്ടോ നന്ദുവിൻ്റെ ആദ്യത്തെ കേസാണ് അത്. അങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ് സീരിയൽ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്